അദ്ധ്യായം 2. ആദ്യകാല ജനങ്ങളുടെ പാതയിൽ. ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി മനുഷ്യജീവിതം പരിണമിച്ചു. ആദ്യകാലങ്ങളിൽ പുരുഷന്മാർ വേട്ടക്കാരും ഭക്ഷണം ശേഖരിക്കുന്നവരുമായിരുന്നു. അവർ വന്യജീവികളെയും മത്സ്യങ്ങളെയും വേട്ടയാടുകയും പഴങ്ങളും പരിപ്പുകളും വിത്തുകളും ശേഖരിക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണ് ആദ്യകാല ആളുകൾ നാടോടി ജീവിതം നയിച്ചത്? അവർ ഒരിടത്ത് താമസിച്ചാൽ സസ്യങ്ങളും മൃഗങ്ങളും പോലുള്ള വിഭവങ്ങൾ അവസാനിക്കും. സസ്യങ്ങൾ വ്യത്യസ്ത ഋതുക്കളിൽ വ്യത്യസ്ത കായ്കൾ കായ്ക്കുന്നു. അതുകൊണ്ട് മനുഷ്യനും തിരഞ്ഞു നീങ്ങേണ്ടി വന്നു. വെള്ളം ലഭ്യമാകുന്നിടത്തെല്ലാം ആളുകൾക്ക് മാറേണ്ടി വന്നു. ആദ്യകാല ആളുകളെക്കുറിച്ച് നമുക്കെങ്ങനെ അറിയാം? വേട്ടയാടുന്നതിനായി അവർ ഉപയോഗിച്ചിരുന്ന നിരവധി ഉപകരണങ്ങൾ പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. ഉപകരണങ്ങൾ കല്ല്, മരം എന്നിവ കൊണ്ടാണ് നിർമ്മിച്ചിരുന്നത്. മാംസം മുറിക്കുന്നതിനും പഴങ്ങൾ അരിയുന്നതിനും ഉപകരണങ്ങൾ അവർ ഉപയോഗിച്ചിരുന്നു. കുടിലുകൾ നിർമ്മിക്കുന്നതിനും വിറകുകളുടെ ആവശ്യത്തിനും മരം ഉപയോഗിച്ചു പോന്നിരുന്നു. ആദിമ മനുഷ്യർ എവിടെയാണ് താമസിച്ചിരുന്നത്? ആദിമ മനുഷ്യർ ജലസ്രോതസ്സുകൾക്ക് സമീപമാണ് താമസിച്ചിരുന്നത്. കല്ലുകൾ കണ്ടെത്തിയ സ്ഥലങ്ങളിൽ അവർ താമസിച്ച് ഉപകരണങ്ങൾ ഉണ്ടാക്കി. ഈ സ്ഥലത്തെ ഫാക്ടറി സൈറ്റുകൾ എന്നാണ് വിളിച്ചിരുന്നത്. ഫാക്ടറി സ്ഥലങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട കല്ലുകൾക്ക് സമീപമാണ് കണ്ടെത്തിയത്. ഇവ ഹാബിറ്റേഷൻ കം ഫാക്ടറി സൈറ്റുകൾ എന്നറിയപ്പെട്ടിരുന്നു. ശിലായുഗം അഥവാ സ്റ്റോൺ ഏജ്. ശിലകൾ കൂടുതലായി ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെ ശിലായുഗം എന്നറിയപ്പെടുന്നു. ശിലായുഗത്തെ 3 പാർട്ടായി തിരിച്ചിട്ടുണ്ട്. പാലിയോലിത്തിക് അഥവാ പഴയ ശിലായുഗം, മിസോലിത്തിക് അഥവാ മധ്യശിലായുഗം, നിയോലിത്തിക് അഥവാ പുതിയ ശിലായുഗം. കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങൾ അവർ ഉണ്ടാക്കുന്നു. 2 സാങ്കേതികവിദ്യകൾ ഉപയോഗിച്ചാണ് കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങൾ അവർ നിർമ്മിച്ചത്. കല്ലിന്മേൽ കല്ല് അഥവാ സ്റ്റോൺ ഓൺ സ്റ്റോൺ, അതുപോലെ തന്നെ പ്രഷർ ഫ്ലേക്കിംഗ്. മനുഷ്യൻ തീ കണ്ടെത്തുന്നു. ആകസ്മികമായി മനുഷ്യൻ കണ്ടെത്തിയ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളിൽ ഒന്നാണ് തീ. ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ തീയുടെ പല ഉപയോഗങ്ങളും പഠിച്ചു. തണുപ്പ് കാലത്ത് ചൂട് നിലനിർത്തുന്നതിനും ഭക്ഷണം പാകം ചെയ്യുന്നതിനും അവർ തീ ഉപയോഗിച്ചു. ആദ്യകാല റോക്ക് പെയിൻറ്റിങ്ങുകൾ. മനുഷ്യൻ്റെ ആദ്യകാല ഗുഹകളിൽ ചുവരുകളിൽ പെയിൻറ്റിങ്ങുകൾ ഉണ്ടായിരുന്നു. മധ്യപ്രദേശിൽ നിന്നും അതുപോലെ തന്നെ ദക്ഷിണ യു.പിയിൽ നിന്നും ഇത്തരം പെയിൻറ്റിങ്ങുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഡെക്കാനിൽ പാലിയോലിത്തിക് സൈറ്റുകൾ കണ്ടെത്തിയിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ ചിർക്കി അതുപോലെ തന്നെ നെവാസ എന്നിവ പ്രധാന പാലിയോലിത്തിക് സൈറ്റുകളാണ്. ആന്ധ്രാപ്രദേശിലെ കുർണൂലും കർണാടകയിലെ ഹംസിയും. ഗോദാവരി, കൃഷ്ണ, താപ്തി തുടങ്ങിയ നദികളുടെ തീരത്തായിരുന്നു ഈ സ്ഥലങ്ങൾ. കല്ലുകൊണ്ട് നിർമ്മിച്ച പാലിയോലിത്തിക് ഉപകരണങ്ങൾ ഈ നദീകരയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ആദിമ മനുഷ്യൻ്റെ ജീവിതം മനസ്സിലാക്കാൻ പുരാവസ്തു ഗവേഷകർ ഈ ഉപകരണങ്ങൾ ശ്രദ്ധാപൂർവം പഠിച്ചുകൊണ്ടിരിക്കുന്നു. ആന, കാട്ടുപോത്ത് തുടങ്ങിയ മൃഗങ്ങളുടെ എല്ലുകളും കൊമ്പുകളും ഈ സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്.